I grew up never looking in the mirror because I thought it was vain. So even when I brushed my teeth or when I was in a lift, I would never look in the mirror. I would sneak glances and then look away even when no one was watching. What this means is that I didn't really know what I looked like. And so in the beginning, when I thought I was fat, I would say fat. I meant unfit. I actually didn't know what I looked like. ഈ ഒരു വീഡിയോയിൽ ഐറാക്കാൻ പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇത് അനുഭവിച്ചിട്ടുണ്ടോ? സ്വന്തം ശരീരത്തെ ഹൈഡ് ചെയ്യാനും ഹേർട്ട് ചെയ്യാനും ഹെയ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണിത്. സ്വന്തം ശരീരത്തിന് യാതൊരു ഏറ്റക്കുറിച്ചുകളും ഇല്ലെങ്കിൽ പോലും ബോഡി വെയ്റ്റിനെ കുറിച്ചും ബോഡി ഇമേജിനെ കുറിച്ചും ബോഡി പാർട്സിനെ കുറിച്ചൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആയിരിക്കും ചില ആൾക്കാർക്കുള്ളത്. ഇതുപോലത്തെ ചില ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ട് ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഒന്ന്, അനോറക്സിയ നെർവോസ, ഒരു ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ ആണിത്. ശരീരഭാഗത്തെക്കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ഭയവും അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പല പെർസെപ്ഷനും കാരണം ഭക്ഷണം കടുത്ത രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈ ഒരു ഡിസോർഡറിലുള്ള ആളുകൾ പലപ്പോഴും അണ്ടർ വെയ്റ്റ് ആണെങ്കിലും അവർക്ക് അവരെക്കുറിച്ച് തോന്നുന്ന അവർ വളരെയധികം തടിയുണ്ട്, അവരെ കാണാൻ ഭംഗിയില്ല എന്നുള്ള രീതിയിലായിരിക്കാം. 2, ബുലിമിയ നെർവോസ, റെക്കറൻ്റ് ആയിട്ട് അമിതമായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയും കഴിച്ചതിന് ശേഷം വെയിറ്റ് കൂടുക എന്നുള്ളൊരു ഭയം കാരണം കോമ്പൻസേറ്ററി ആയിട്ട് വോമിറ്റ് ചെയ്യാനും ഫാസ്റ്റ് ചെയ്യാനും ഈവൻ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസിലും ഏർപ്പെടുന്ന ഒരു മാനസികാവസ്ഥ. 3, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ റിപ്പറ്റേറ്റീവായിട്ട് ഇന്നവേ അൺകൺട്രോളബിൾ ആയ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണിത്. 4, അവോയ്ഡൻ്റ് ഓർ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ, ബോഡിയെക്കുറിച്ച് ഒരുപാട് കൺസേൺസ് ഇല്ലെങ്കിൽ പോലും അമിതമായിട്ട് ഫുഡ് ഇൻടേക്ക് കൺട്രോൾ ചെയ്യാനും അവോയ്ഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ്. ഇത് കാരണം ഹൈലി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡെഫിസിറ്റ്സും ഈവൻ വെയിറ്റ് ലോസിലേക്കും അവർ പോകാറുണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഡിസോർഡറാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. സ്വന്തം ശരീരത്തിലെ മൈന്യൂട്ടായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മിനിമലായിട്ടുള്ള ഡിഫക്ട്സിനെ കുറിച്ചോ ഫ്ലോസിനെ കുറിച്ചോ ആലോചിച്ച് വളരെയധികം ഡിസ്ട്രെസ്ഡ് ആവുകയും അതിനെ മെച്ചപ്പെടുത്താനും ബെറ്ററാക്കാനും വേണ്ടിയിട്ടുള്ള പല റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ ഏർപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണിത്. ഇതുപോലെ തന്നെ പുരുഷന്മാരിൽ സ്പെസിഫിക്കലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറാണ് മസിൽ ഡിസ്മോർഫിയ എന്ന് പറയുന്നത്. നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ പോലും മസിൽസ് വളരെ കുറവാണെന്നും ശരീരം വളരെ മെലിഞ്ഞിട്ടാണെന്നുള്ളത് ആലോചിച്ചിട്ട് ഒരുപാട് ഡിസ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഇതുപോലെ ശരീരത്തെക്കുറിച്ച് ആലോചിച്ച് പല രീതിക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വളരെ ഗൗരവമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് തന്നെയാണ്. സോ സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ട റൈറ്റായിട്ടുള്ള സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റും എടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്.